തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയെ വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിയിട്ട് രാജ്യത്തുണ്ടായ ഇരട്ട ഭൂകമ്പം. ജൂൺ 24-നുണ്ടായ ശക്തമായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1450 ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ. 69,000-ത്തിലധികം ആളുകളെ കാണാതായതായാണ് വിവരം. അതിനാൽ മരണസംഖ്യ ഇനിയും വലിയ തോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ജൂൺ 24-ന് പ്രാദേശിക സമയം വൈകിട്ട് 6 മണിയോടെയാണ് വെനസ്വേലയിലെ സാൻ ഫെലിപ്പയ്ക്ക് സമീപം 40 സെക്കൻഡ് ഇടവേളയിൽ 7.2, 7.5 തീവ്രതയുള്ള 2 ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായത്. ഇതിനുശേഷം 302-ലധികം തുടർചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാൻ ഫെലിപ്പെ, മഗൂട്ടോ, കാരബല്ലേഡ തുടങ്ങിയ തീരദേശ നഗരങ്ങളിലാണ് ഭൂകമ്പം ഏറ്റവും വലിയ നാശം വിതച്ചത്. ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ പല ബഹുനില കെട്ടിടങ്ങളും റിസോർട്ടുകളും പൂർണ്ണമായും തകർന്ന് തരിപ്പണമായതായി വ്യക്തമാക്കുന്നു. കാരബല്ലേഡയിലെ റെസിഡൻസിയ നോട്ടിലസ് എന്ന 12 നില കെട്ടിടം തകർന്നു വീണത് ദുരന്തത്തിന്റെ വ്യാപ്തി വിളിച്ചോതുന്ന ഒന്നാണ്. ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി ആശങ്കയുണ്ട്. ദുരന്തം നടന്ന് 72 മണിക്കൂറുകൾ പിന്നിട്ടതോടെ അതിജീവിച്ചവരെ കണ്ടെത്താനുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള കെട്ടിടാവശിഷ്ടങ്ങളും ഗതാഗത സൗകര്യങ്ങൾ തടസ്സപ്പെട്ടതും വെല്ലുവിളിയാകുന്നു. രാജ്യത്തെ പ്രധാന ഗതാഗത സംവിധാനങ്ങൾ താറുമാറായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടച്ചു. ഇതേ തുടർന്ന് വിദേശ സഹായങ്ങൾ എത്തിക്കുന്നതിനും തടസ്സങ്ങൾ നേരിടുന്നു. ലാ ഗൊയറ സംസ്ഥാനമാണ് ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതൽ തകർന്നത്. ഏകദേശം 1423-ലധികം അടിസ്ഥാന സൗകര്യങ്ങളും കെട്ടിടങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് വ്യക്തമാക്കി. രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ ഇപ്പോൾ സമയം ഒരു വെല്ലുവിളിയാണ്. പരിക്കേറ്റവർക്കും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കും വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. എങ്കിലും വലിയൊരു വിഭാഗം ആളുകളെ ഇനിയും കണ്ടെത്താത്തതിനാൽ ഈ ഭൂകമ്പം വെനസ്വേലയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. രാജ്യം മുഴുവൻ അതീവ ദുഃഖത്തിലും ആശങ്കയിലുമാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള കൂടുതൽ സഹായങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.